ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു അടിപൊളി ചിക്കൻ റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. ഒരു സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് ആണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ചിക്കൻ റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, 2 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക, ഒരു 2 സ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മാറ്റി വെക്കണം. മുളക് പൊടി കാശ്മീരി മുളക് പൊടി എടുക്കുക കേട്ടോ. കുരുമുളക് ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് ഇതിനകത്ത്. അപ്പൊ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ മല്ലി, 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് ഇത്രയും ഒന്ന് വറുത്തെടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ചെറു തീയിൽ അതൊന്ന് വറുത്തെടുക്കുക. ചുവപ്പ് നിറമാകുമ്പോഴത്തേക്കിനും സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. ഇത് ബ്രൗൺ നിറമായിട്ടുണ്ട്. നമുക്കിതൊരു മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണം. നന്നായിട്ട് പൊടിക്കേണ്ടതില്ല, ഒന്ന് ചതച്ചെടുത്താൽ മതി. തരിതരിപ്പായിട്ടൊന്ന് ചതച്ചെടുക്കുക. അപ്പൊ ഞാനത് ചതച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇടിച്ചായാലും അത് എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 4-5 വെളുത്തുള്ളി കീറി വെച്ചിട്ടുണ്ട്, 3-4 പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ആ ചിക്കനും കൂടെ അതിലേക്ക് ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടെ ഇളക്കിയിട്ട് നമുക്കതൊന്ന് മൂടി വെക്കണം. ചെറു തീയിൽ ഒന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇളക്കിയിട്ട് മൂടി വെച്ച് ചെറു തീയിൽ 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് ഞാനൊരു 4 സവോളയും 1 തക്കാളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ നോക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ ഗരം മസാലയും 1/2 സ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ പൊടിച്ചു വെച്ചിരിക്കുന്നതെല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും തക്കാളിയും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി മൂടി വെക്കുക. നന്നായിട്ട് ഇളക്കിയിട്ട് മൂടി വെച്ച് നമുക്കൊരു 10 മിനിറ്റും കൂടെ വേവിച്ചെടുക്കണം. ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. നമ്മൾ വെള്ളമൊന്നും പ്രത്യേകിച്ച് ചേർക്കുന്നില്ല. ഒന്ന് മൂടി വെച്ച് 10 മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ ചിക്കൻ റോസ്റ്റ് നന്നായി റെഡി ആയിട്ടുണ്ട്. നല്ല ചിക്കൻ റോസ്റ്റ് ആണ്. നല്ല മണമായിരിക്കും ഈ സമയത്ത് വരുന്നത്. നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കണം. ഇനി അതിലേക്ക് ആവശ്യത്തിന് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. നല്ല മണമാണ് വരുന്നത്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ ആ പാകത്തിന് ഉപ്പുണ്ടെന്നൊക്കെ നോക്കിയേക്കണേ. നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആണ്, ഒരു രക്ഷയില്ല. നല്ല ഒരു ടേസ്റ്റി ചിക്കൻ റോസ്റ്റ് ആണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.